അപ്പോൾ മക്കളെ ഇനി നമുക്ക് 2021 നെറ്റിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട്, ഓക്കെ, അപ്പോൾ നോട്ട് എന്താ ചെയ്യുക, മാർക്ക് ചെയ്യുക. നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ്. തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുറേ എന്ത് തന്നിട്ടുണ്ട്, ഓപ്ഷൻസ്, ഐ മീൻ കുറേ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, റെഗുലേഷൻ ഓഫ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ബേസൽ മെറ്റബോളിക് റേറ്റിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, BMR എന്ന് പറയാറുണ്ട്. നോർമൽ റിതം ഓഫ് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, ഡെവലപ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് RBC ഫോർമേഷൻ. അപ്പോൾ ഇതിലേതാണ് തൈറോക്സിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്? അപ്പോൾ നമുക്ക് അറിയാത്തത് ആദ്യം നോക്കാം. നോർമൽ റിതം ഓഫ് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, ഇത് ആരുടെ ഫംഗ്ഷൻ ആടാ? ഇത് ആരുടെ ഫംഗ്ഷനാ? മെലഡോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, മെലഡോണിൻ. എല്ലാവർക്കും അറിയുന്നുണ്ടോ മെലഡോണിൻ? മെലഡോണിൻ അറിയപ്പെടുന്നത് എന്താ? ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പൈനിയൽ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആരാണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സിയും ഡിയും എന്തല്ല, തൈറോക്സിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പോൾ തൈറോക്സിന്റെ ഫംഗ്ഷൻ ഇല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. CDE എന്തല്ല, തൈറോക്സിന്റെ ഫംഗ്ഷൻ അല്ല. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഇനി മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, തൈറോക്സിന് റോൾ ഉണ്ട്. റെഗുലേഷൻ ഓഫ് BMR റെഗുലേറ്റ് ചെയ്യുന്നത് തൈറോക്സിന് റോൾ ഉണ്ട്. RBC ഫോർമേഷൻ എന്തെയും തൈറോക്സിൻ സപ്പോർട്ട് ചെയ്യും. ഇത്രയാണ് നമ്മുടെ തൈറോയ്ഡ് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ.